തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള കാവേരി നദീജല തർക്കം രൂക്ഷമാകുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നായകനായി എത്തിയ ചിത്രം ജനനായകനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. ബംഗളൂരുവിൽ ഉൾപ്പെടെ സംസ്ഥാനത്തെ നിരവധി തിയേറ്ററുകളിൽ നിന്ന് സിനിമയുടെ പ്രദർശനം നിർത്തിവെച്ചു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് സ്വമേധയാ ഷോകൾ റദ്ദാക്കിയതെന്ന് തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കുന്നു. 3500 ഘനയടി ജലം കാവേരിയിൽ നിന്ന് പ്രതിദിനം തമിഴ്നാടിന് വിട്ടുകൊടുക്കണമെന്ന കാവേരി ജലനിയന്ത്രണ സമിതിയുടെ ഉത്തരവിനെതിരെ കന്നഡ സംഘടനകളും പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സംഭവം. 150ഓളം തിയേറ്ററുകളിലാണ് ജൂലൈ 23-ന് റിലീസ് ചെയ്ത ചിത്രം കർണാടകയിൽ പ്രദർശനത്തിനെത്തിയത്. ഇതിൽ 75-ലധികം സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും 50ഓളം മൾട്ടിപ്ലക്സ് സ്ക്രീനുകളും ഉണ്ടായിരുന്നു. എന്നാൽ കാവേരി വിഷയത്തിൽ കന്നഡ അനുകൂല സംഘടനകളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പല തിയേറ്റർ ഉടമകളും പ്രദർശനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് ബംഗളൂരുവിലെ ഉർവശി തിയേറ്ററിൽ സിനിമയുടെ പ്രദർശനം നിർത്തിവെച്ചിരുന്നു. പിന്നാലെ തിയേറ്റർ ജീവനക്കാർ ചിത്രത്തിന്റെ പോസ്റ്ററുകളും കട്ടൗട്ടുകളും നീക്കം ചെയ്തു. കൂടാതെ ഷെഡ്യൂൾ ചെയ്ത ഷോകൾക്ക് പകരം കന്നഡ ചിത്രമായ കരാവലി പ്രദർശിപ്പിക്കുകയും ചെയ്തു. മാണ്ഡ്യ ജില്ലയിലാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം നടക്കുന്നത്. ജനനായകന്റെ പോസ്റ്ററുകൾ വ്യാപകമായി കീറിമാറ്റിയ പ്രതിഷേധക്കാർ തിയേറ്ററുകളോട് പ്രദർശനം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. തിയേറ്ററുകൾക്ക് നേരെ ആക്രമണങ്ങളോ മറ്റു അനിഷ്ട സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടിയെന്ന നിലയിൽ പല സ്ഥലങ്ങളിലും ജനനായകന്റെ ബാനറുകളും പോസ്റ്ററുകളും ജീവനക്കാർ തന്നെ നീക്കം ചെയ്തു. ചില പ്രദേശങ്ങളിൽ പോലീസ് സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന്റെ പ്രദർശനം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക ഫിലിം ചേംബർ യോഗം വിളിച്ചു. കാവേരി ജലവിതരണവുമായി ബന്ധപ്പെട്ട കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരം കർണാടക തമിഴ്നാടിന് അടുത്ത 15 ദിവസത്തേക്ക് പ്രതിദിനം 3500 ഘനയടി ജലം വിട്ടു നൽകണമെന്നാണ് നിർദ്ദേശം. ഇതാണ് സംസ്ഥാനത്തെ പ്രതിഷേധത്തിന് കാരണം. കർഷക സംഘടനകളും കന്നഡ അനുകൂല സംഘടനകളും ഈ തീരുമാനത്തിനെതിരെ ശക്തമായ സമരമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയുടെ സിനിമയ്ക്കെതിരെയും പ്രതിഷേധം ഉയരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.